Hello everyone. Today we are going to talk about one of the important theories, post-colonialism. അപ്പോൾ ഈ ഒരു തിയറിയെക്കുറിച്ച് കേൾക്കാത്തവരായിട്ട് PGയിലും ഡിഗ്രിയിലും പഠിക്കുന്നവർ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ ഒരു തിയറി എന്ന് പറയുന്നത് അത്രയ്ക്ക് സ്പെഷ്യൽ തിയറിയാണ്. അതുപോലെ ഇത്രയ്ക്ക് സിമ്പിളായിട്ട് വരുന്ന കുറേ തീംസും അതേപോലെ നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു തിയറിയാണ് പോസ്റ്റ് കൊളോണിയലിസം. അപ്പോൾ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് പോസ്റ്റ് കൊളോണിയലിസം, ഇതിൽ ഏതൊക്കെ വർക്ക്സ് വരും, ഏതൊക്കെ നോവൽസ്, ഏതൊക്കെ മലയാള ഫിലിംസ്, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾക്കില്ലേ? നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ഇങ്ങനെ ഈ ഒരു തിയറി വെച്ച് പ്രൊജക്റ്റ് ചെയ്യണമെന്ന്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫസ്റ്റ് തൊട്ട് എൻഡ് വരെ കാണണം. എന്നാൽ നിങ്ങൾക്ക് വൈവ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതുപോലെ എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളത് ഫുള്ളായിട്ട് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, ഫസ്റ്റ് തൊട്ട് എൻഡ് വരെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഓക്കെ, ഞാൻ ഈ വീഡിയോ ലാഗ് ചെയ്യുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വെൽക്കം ടു അവർ ചാനൽ ലേൺ ഇംഗ്ലീഷ് വിത്ത് സ്വാതി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു വീഡിയോയിൽ പോസ്റ്റ് കൊളോണിയലിസം എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ, അതിൽ വരുന്ന മറ്റേ വർക്ക്സ് ഏതൊക്കെയാണ്, ഫിലിംസ് ഏതൊക്കെയാണ്, അതുപോലെ എങ്ങനെയാണ് വൈവയ്ക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചാപ്റ്റർ ഡിവൈഡ് ചെയ്യേണ്ടത്, അതുപോലെ എന്തൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് താഴെ തന്നിട്ടുള്ള ലിങ്കിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് കയറി കണ്ടു കഴിഞ്ഞാൽ പോസ്റ്റ് കൊളോണിയലിസം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തിയറിയെ കുറിച്ചിട്ടുള്ള ഫുൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഇതിലുള്ള വർക്കല്ല വേറെ വർക്കും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും തിയറിയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻ്റായിട്ട് പറയാം. ഇനി ഏതെങ്കിലും വർക്കിനെ പറ്റിയിട്ടുള്ള സമ്മറിയോ കാര്യങ്ങളോ വേണ്ടതെന്നുണ്ടെങ്കിൽ അതും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ഈ ഒരു വീഡിയോവിന് താഴെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും, അതായത് നിങ്ങളുടെ മെസ്സേജ് നിങ്ങളുടെ ഡൗട്ട്സ് എന്തൊക്കെയാണോ അതൊക്കെ നിങ്ങൾക്ക് മെസ്സേജായിട്ട് ചോദിക്കാവുന്നതാണ്. അതേപോലെ നമ്മൾ സിനോപ്സിസ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഒട്ടുമിക്ക പ്ലേലിസ്റ്റിലെ ഒട്ടുമിക്ക വീഡിയോസ് നമ്മൾ പ്രൊജക്ട് റിലേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും പ്രൊജക്റ്റിനെ കുറിച്ചിട്ട്. അതുപോലെ തന്നെ ഈ പ്രൊജക്റ്റിൻ്റെ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തിയറിയോ സമ്മറിയോ അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റായിട്ട് പറയണം. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് നിങ്ങളുടെ ഡൗട്ട്സ് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇൻഫോർമേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോ ഉള്ള ഏതെങ്കിലും തിയറീസ് വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇപ്പോൾ അടുത്തതായിട്ട് നമ്മൾ സൈക്കോ അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഇഷ്ടമാണോ അല്ലയോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും വീഡിയോ ചെയ്യണമോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് പറയാം. അപ്പോൾ ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ആർക്കെങ്കിലും